അത് പരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നീ പ്രഭാതത്തില് നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ കൊച്ചിൻ ബാങ്ക് നിവാസികളോട് സ്നേഹനിധിയായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ മാറ്റുകളിൽ 21-ാം നൂറ്റാണ്ടിൽ അത് പ്രാധാന്യമായിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ സുവിശേഷം നിങ്ങൾ പറയുന്നതിന് മുൻപ് പാട്ടുകളിലൂടെ നമുക്ക് ആ സ്നേഹ ദൂതുകൾ കേൾക്കാം. പാട്ടുകൾ നിങ്ങൾക്കായി ആലപിക്കുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഭാരത്തോടെ നീ കഴിക്കുകയോ, വാഴുന്നാളെല്ലാം ഭാരത്തോടെ നീ കഴിക്കുകയോ, വന്നുടൻ പാദം തേടിടുകേ, പിന്നതിൽ നിന്നെ ചൂട്ടിടുകേ, വന്നുടൻ പാദം തേടിടുകേ, പിന്നതിൽ നിന്നെ ചൂട്ടിടുകേ. വരുവിൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കിട്ടിയ വീടും നീലപ്പൊരുളും കണ്ടിടുമുടയവരും, കിട്ടിയ വീടും നീലപ്പൊരുളും കണ്ടിടുമുടയവരും, കുടുവിട്ടു നിൻ ജീവൻ പോയാ ഉടയവരാതെ പെടുമേ, കുടുവിട്ടു നിൻ ജീവൻ പോയാ ഉടയവരാതെ പെടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം
അതു നമ്പാതെ മയക്കുന്നില്ലേ ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കുന്നില്ലേ മരണമൊരു നാൾ വന്നിരുന്നേ മറക്കാതെ നിന്റെ രക്ഷകനേ മരണമൊരു നാൾ വന്നിരുന്നേ മറക്കാതെ നിന്റെ രക്ഷകനേ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ എന്നെ യേശു വിളിച്ചിരുന്നു. തീരത്ത പാപം വ്യാധിയും മാറത്ത എല്ലാ ബലഹീനവും തീരത്ത പാപം വ്യാധിയും മാറത്ത എല്ലാ ബലഹീനവും ഒരു കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നടിപ്പിണര ഒരു കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി കല്ലടിപ്പിണര വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവത്തിന്റെ വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ സൃഷ്ടാവിന്റെ ഒരു സാക്ഷിയെ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ അശോകപുരം ദേശം കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ആലുവയുടെ ഈ ഭാഗത്ത് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്വ സുവിശേഷത്തിന്റെ ഒരു വ്യക്തമായി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ പാട്ടുകാരൻ പാടിയതുപോലെ ഒരുവൻ ഈ നല്ല അവസരം നഷ്ടപ്പെടുത്തി കളയാതെ യേശു നിന്നെ വിളിക്കുന്നു. എങ്ങോട്ടേക്കാ? യേശു നമ്മളെ വിളിക്കുന്നു. എങ്ങോട്ടേക്കാ? സൃഷ്ടാവിന്റെ ഭവനത്തിലേക്ക്. എന്നാൽ നമ്മളിത് അറിയാതെ ലോകം നമ്മളെ വിളിക്കുന്ന ആ വിളിയിലേക്ക് നമ്മൾ ഓടുകയാണ്. ലോകം നമ്മളെ വിളിക്കുന്ന ആ വിളിയിലേക്ക്, ആ ഭാവിയിലേക്ക് നമ്മൾ ഓടി അവസാനം ഹീറോ ആകാൻ എന്ന ചിന്തയിലാണ് ഓടുന്നത്. അതിനുവേണ്ടിയാണ് LKG മുതൽ പഠിത്തം തുടങ്ങിയത്. പക്ഷെ അവസാനം ഒരു സീറോ ആയാണ് അവസാനിക്കുന്നത് എന്നുള്ള ബോധ്യവും ബോധവും നമുക്കുണ്ടാകണം. കാരണം ആരും ഈ ലോകത്ത് ഓടി നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏത് വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, ഏത് രാജാവാണെങ്കിലും, ഏത് വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിലും നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ മരണം നമ്മളെ മൂടുകയാണ്. മരണം നമ്മളെ പിടികൂടുകയാണ്. ഹീറോ ആകാനെന്നുള്ള ആഗ്രഹമാണ്, പക്ഷെ അവസാനം സീറോ ആയി തീരുകയാണ്. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്നാൽ ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് സീറോ ആകാനല്ല, യഥാർത്ഥത്തിൽ ഹീറോ ആകാനാണ്. പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക. ഈ ലോകത്തിലെ ധനവാന്മാരെയൊക്കെ ഒന്ന് നോക്കിയേ. അവരാരെങ്കിലും ഇവിടുന്ന് നേടിയത് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇതാ നമ്മൾ ഈ അടുക്കൽ ഞാൻ എന്റെ മുൻപിലൂടെ പല വണ്ടികളും പോകുന്നത് കാണുന്നു. അതിൽ ചിലത് ടാറ്റയുടെ വണ്ടികളാണ്. ടാറ്റ കമ്പനികളുടെ ഒക്കെ ഉടമസ്ഥനായ രത്തൻ ടാറ്റ എന്ന് പറയുന്ന ഈ ഭൂമിയിൽ വളരെ നന്നായി പ്രവർത്തിച്ച, നന്നായി അധ്വാനിച്ച, ഈ ഭൂമിയിൽ പ്രവർത്തിക്കേണ്ടതിന് പലപ്പോഴും മാതൃകയായിട്ടൊക്കെ പ്രവർത്തിച്ച ആ വ്യക്തി അനേക സമ്പാദ്യങ്ങൾ നേടി. പക്ഷെ ഒന്നും തനിക്ക്
കൊണ്ടുപോകാൻ കഴിയാതെ താൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഭൂമിയിൽ നാം ഹീറോ ആകാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ അവസാനം നാം ഒരു ഹീറോ ആകുന്നതിന് പകരം ഒരു സീറോ ആയി അവസാനിക്കുകയാണ്. എന്നാൽ ഈ ലോകം നമ്മളെ സീറോ ആകാൻ വേണ്ടി വിളിക്കുമ്പോൾ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മളെ വിളിക്കുന്നത് ഹീറോ ആകാൻ വേണ്ടിയെ തന്നെയാണ്. ഇതാണ് താൻ പ്രസംഗിച്ച രാജ്യത്വ സുവിശേഷത്തിന്റെ സന്ദേശം. ആ രാജ്യത്വ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക, നിന്റെ മനസ്സിന് അന്തരം വരുത്തുക, എന്നിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കാൻ ഒരുങ്ങുക. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കുക. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ള സന്ദേശമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മളെ അറിയിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരോട് കൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു ഭാവിയിൽ നിന്ന് ദൈവത്തോടുകൂടെ ജീവിച്ച് മരണമില്ലാത്ത ഒരു ഭാവിയിലേക്ക് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ കുടുംബമായി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇത് ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പിസമോ ഒന്നുമില്ല. എന്റെ ഗ്രൂപ്പ്, നിന്റെ ഗ്രൂപ്പ്, അവന്റെ മതം, എന്റെ മതം എന്നുമില്ല. സൃഷ്ടാവായ ദൈവം ജാതിയുടെയോ മതത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ വ്യക്താവല്ല, പകരം നമ്മളെല്ലാം സ്നേഹിക്കുന്ന പിതാവാണ്. ആ പിതാവിന്റെ ഭവനത്തിലേക്കാണ് നാം പാടിയ പാട്ട് യേശു വിളിക്കുന്നു എന്ന പാട്ടിലൂടെ നാം കേട്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മറ്റു പണിയൊന്നും ഇല്ലെന്നിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാരണം ഈ സുവിശേഷം, ഈ സന്ദേശം മറഞ്ഞു കിടക്കുകയാണ്. ഇവൻ സുവിശേഷ വേദികളിൽ പോലും പറയാത്ത ഈ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുന്നു എങ്ങോട്ടേക്ക്? തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക്, നമ്മുടെ അപ്പന്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി വിളിക്കുന്നു എന്ന സന്ദേശം. ദൈവത്തിന്റെ മക്കളായി, ഈ ഭൂമിയിലെ രാജാക്കന്മാരായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, കൂട്ടവകാശികളായി ഒക്കെ വിളിക്കുന്നു എന്ന സന്ദേശം യേശു വിളിക്കുന്നു എന്ന പാട്ടിന്റെ വരികളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ അതാണ് നമ്മുടെ നിത്യമായ ഭാവി. എന്നാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതാ അതിനെയൊക്കെ മറച്ചു കളയുന്ന, ബൈബിളിൽ വയൽ എന്ന് പറയുന്ന ഇതിനെയൊക്കെ മറച്ചു കളയുന്ന, വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി, അതിൽ വയലിലാണ് ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നാൾ വയറിന് വേണ്ടി നാം ഓടി 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 ഇവിടെ അവസാനിക്കും. അതുകൊണ്ട് നിറച്ച വയറും ഒരു ഗുണവുമില്ല, അതും മണ്ണായി പോകും, അത് പുഴുവിന് ശാപ്പാടായി മാറും. എന്നാൽ ഇതിന്റെ നടുവിൽ നാം മറഞ്ഞു കിടക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി തിരിച്ചറിയുക. ഇതിലേക്കാണ് യേശു ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. അപ്പോ ഈ ഭാവിയിൽ പ്രവേശിപ്പാൻ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ പ്രിയമകളെ, ആ താല്പര്യം നല്ലതാണ്. അത് നിന്റെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ തുടക്കമായിരിക്കട്ടെ. എന്നാൽ നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രം അവിടെ എത്തുകയില്ല. കാരണം നമ്മളെ ദൈവഭവനത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ കളറോ നമ്മളുടേതായ ജീവിതത്തിലെ പണമോ നമ്മുടെ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപം മാത്രമാണ്. ആ പാപം മാറുവാൻ തക്കവണ്ണം ദൈവവ്യവസ്ഥയാണ് പാപത്തിന്റെ ശമ്പളം മരണം. ഇപ്പൊ നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുറെ പണം അടയ്ക്കാനുണ്ട്, നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല, നിങ്ങൾ കുടുക്കിലായി, നിങ്ങൾ ജപ്തി ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനം. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി വന്ന് നിങ്ങൾ അടയ്ക്കേണ്ട പണം അടച്ച് നിങ്ങളെ അതിൽ രക്ഷിക്കുന്നത് പോലെ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ, അതായത് പാപം നിമിത്തം ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കടന്നു വന്ന് എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എന്നെയും നിങ്ങളെയും സൗജന്യമായി വിടുവിച്ചുകൊണ്ട് ജീവനുള്ള ഒരു പുതിയ വഴി പിതാവിന്റെ ഭവനത്തിലേക്ക്, അതായത് താൻ പ്രസംഗിച്ച സുവിശേഷത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ദൈവം ഒരുക്കിയ ഭാവിയിലേക്ക് ഞാൻ നിങ്ങൾ എത്തുവാൻ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള നാളുകളിൽ യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ
പ്രിയമകനെ പ്രിയമകളെ, ആ ദൈവ കുടുംബത്തിൽ ദൈവം ഒരുക്കിയ ഭാവിയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൽ 2 സന്ദേശങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മളെ എങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ പാർക്കുന്ന കാലം സമീപിച്ചു. നീ മാനസാന്തരപ്പെട്ട ആ അപ്പനോടുകൂടി അപ്പന്റെ ഭവനത്തിൽ അപ്പന്റെ മകനായി ഭൂമിയുടെ രാജാവായി നിനക്ക് വാഴാം എന്ന ആ സന്ദേശത്തിലേക്കാണ് യേശു നമ്മളെ വിളിക്കുന്നത്. തുടർന്ന് ആ വെളിയിലേക്ക് എത്തിച്ചേരുവാനുള്ള നമ്മുടെ ഏക മാർഗം, അതാണ് ഇതിന്റെ 2ാം സന്ദേശം. അതിലേക്കുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചു. ദൈവപുത്രനാണ് എന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് പ്രിയമകനെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് യേശുവാകുന്ന വഴിയിലൂടെ മാർഗത്തിലൂടെ നിനക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഇത് പ്രിയമകനെ നിന്നെ ഓർപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനും നിങ്ങളോട് മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ഇത് മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയാണ്. ഇത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ്. ഈ ലോകം നമ്മളെ ഹീറോആക്കാമെന്ന് പറഞ്ഞ് നമ്മളെ LKG മുതൽ പഠിപ്പിച്ച് അവസാനം നമ്മൾ നേടിയ സമ്പാദ്യം മുഴുവൻ ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഹീറോയായി ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ യേശു നമ്മളെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ഹീറോ ആയി തീരുവാനായിട്ട് ഇടയാകും എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ 2 നോട്ടീസുകൾ ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഒരു ട്രാക്റ്റാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ്. അതാണ് രാജ്യത്വ സുവിശേഷം. ഞാനിവിടെ പ്രസംഗിച്ചിട്ട് കടന്നുപോയാലും അത് പെട്ടെന്ന് നിങ്ങൾ മറന്നുപോകും. പക്ഷെ ഈ പേപ്പറിലുള്ളത് മറന്നു പോകത്തില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, വിശ്വസിക്കാം, അതനുസരിച്ച് ജീവിക്കാം. 2ാമത്തേത് ഒരു നോട്ടീസാണ്. ഇവിടെ എറണാകുളം പൂക്കാട്ടുപടി പഞ്ചായത്തിനോടെന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്നതിൽ കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിൽ ദൈവം ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാനമുണ്ട്. അതിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ധ്യാനം മാർച്ച് 3-ാം തീയതിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടുന്ന് കടന്നു പോവുകയാണ്. ഈ ജീവിതത്തിൽ ബലഹീനരും എനിക്ക് എന്നെ താങ്ങാൻ മറ്റാരുമില്ല, സത്യസുവിശേഷം എന്തെന്ന് ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അവിടെ കടന്നു വരാവുന്നതാണ്. നിങ്ങൾ ഏവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനിൽ അങ്ങനെ സന്ദേശം അറിയിപ്പാൻ അങ്ങനെ പുത്രനാൽ നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് ഈ സന്ദേശം അറിയിക്കുമ്പോൾ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പിസം ഇല്ലാത്ത അങ്ങനെ അടുക്കലേക്ക് ഈ ജനത്തെ അങ്ങ് ഞങ്ങളിലൂടെ ക്ഷണിക്കുമ്പോൾ ഇവർ ഇത് കേട്ട് മനസ്സ് മാറുവാനും അങ്ങിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഇടയാക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങാലല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. അപ്പൊ തിരക്കേറിയ ലോകത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഈ ജനത്തിന്റെ മുമ്പില് ദൈവരാജ്യമാണ് നിലനിൽക്കുന്നത് ഞങ്ങൾ അറിയിച്ചു. എന്നാൽ അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരുടെ ഹൃദയം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഇവരുടേതായ ധാരാളം ജീവിത ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളുടെ മേലെല്ലാം അങ്ങയുടെ കരം കടന്നു വരികയും രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കുകയും അപ്പൊ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുകയും എല്ലാ മേഖലയിലും ഇവരും ഇവരുടെ മക്കളും ഇവരുടെ തലമുറകളും ഇവിടുത്തെ ബിസിനസ്സുകാരെ എല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ഈ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിത്യം നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു. നന്ദി, നമസ്കാരം.